ഇമ്മപ്പൊ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. തൽക്കാലം ഇവളെ ഞാൻ പറഞ്ഞയക്കണില്ല. എന്റെ കണ്ണിന്റെ മുന്നിലായത് ഞാൻ രക്ഷപ്പെട്ട്. ഇപ്പൊ ഞാൻ കാണാതായി. നിങ്ങളെ മോൻ എന്തൊക്കെ എന്റെ കുട്ടീനെ കാട്ടുണ്ടെന്ന് ആരും ഉണ്ട്. അങ്ങനെ ഇപ്പോൾ നിങ്ങളെ കൂടെ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ മോനെ നിങ്ങൾക്ക് കൊടുന്നൂടായി. ഞാൻ എന്തുകൊണ്ട് നിങ്ങൾ കൊടുന്നില്ല? നിങ്ങളെ മോൻ വന്നുങ്ങാണ്ട് ഇവളോടോ ഇന്നോട് മാപ്പ് പറഞ്ഞതിന് ശേഷം മാത്രം ഇവളെ കൊണ്ടുപോയാൽ മതി. മോളെ, അന്റെ ഇക്കാന്റെ സ്വഭാവം എനിക്കറിയില്ലേ. ഒന്ന് പറഞ്ഞാൽ രണ്ടാമത്തേന് കൈ വീശിങ്ങാണ്ടാണ്. അതൊരു മുൻകോപക്കാരനാണെന്ന് എനിക്കറിയൂലേ. ഒരു കൊല്ലം 2 കൊല്ലം ആവാനായില്ലേ ഈ അവന്റെ കൂടെ ജീവിക്കാൻ തുടത്തിയിട്ട്. ഈ ആദ്യമായിട്ടല്ല ഇങ്ങനെ വാശി പിടിച്ച് പോരുന്നത്. അതിന് മാത്രം വാശി പിടിക്കാൻ മാത്രം ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. ഉമ്മാന്റെ കുട്ടി വായോ. നിങ്ങൾ ഇങ്ങനൊക്കെ പറഞ്ഞാണ്ട് ഇവളെ കൊണ്ടുപോകും. എന്നിട്ട് അവിടെ ചെന്നിട്ടേ ഇവളിട്ടുങ്ങാണ്ടേ ബുദ്ധിമുട്ടിക്കാനല്ലേ നിങ്ങൾക്ക്? അതേതായാലും നടക്കൂലമ്മ. ഞാൻ ഇവളിപ്പോ തൽക്കാലം പറഞ്ഞയക്കണില്ല. ഞാൻ ഇത്രയും കാലം ഒറ്റക്ക് തന്നെ ജീവിച്ചത്, ഒരാണത്തിന്റെ തുണയില്ലാതെ തന്നെ ജീവിച്ചത്. അതേപോലെ ഓൾക്ക് അങ്ങനെ വിധിച്ച് അങ്ങനെ ജീവിച്ചോട്ടെ, ഞാൻ അത്രേ കരുതുള്ളൂ. എന്നാലും ഒരാണിന്റെ അടിമയായിട്ട് ജീവിക്കാനേ ഞാൻ ഇന്റെ പെണ്ണിന് പറഞ്ഞയക്കൂല. അതിനുമ്മ മാപ്പൊക്കെ പറയാൻ മാത്രമുള്ള തെറ്റൊന്നും ഇന്റെ കുട്ടി ചെയ്തിട്ടില്ലല്ലോ. ഒരു മാപ്പിളയും പെണ്ണുങ്ങളും കൂടി ഉള്ള ഒരു സൗന്ദര്യ പണക്കം, അത് ഇത്രയും ഊതി വീർപ്പിച്ച് വലുതാക്കിയത് നിങ്ങളല്ലേ. പിന്നെ അടിമത്തല്ല അവിടെ ഞാൻ കണ്ടത്. ഇമ്മനെ പറയും, ഞാൻ അവിടെ ഉണ്ടായത് എന്തോന്ന് ദേഷ്യപ്പെട്ടുകാണ്ട് എന്റെ കുട്ടീന്റെ നേരൊക്കെ കൈ ഓങ്ങിയില്ലേ. അത് അടിമത്തല്ലേ? അങ്ങനൊന്നേ ഇന്റെ കുട്ടീനെ ഞാൻ അടിമായിക്ക് നിക്കൂലേ. ഞാനോ ആയ കാലത്തെ ഒരാളെ മുന്നിൽ താന്ന് കൊടുത്തിട്ടില്ല. എന്നിട്ടല്ലേ ഇവളെ ഞാൻ താന്ന് കൊടുക്കാൻ നിപ്പിക്കണത്. ഇമ്മപ്പൊ തൽക്കാലം പോയിക്കോളി. അങ്ങനെ ഇവള് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യ്. നിങ്ങളെ മോനോട് ഇവിടെ വന്നിട്ട് ഇവളോട് ഇന്നോട് മാപ്പ് പറഞ്ഞിട്ട് ഇവളെ കൊണ്ടുപോകാൻ പറയാം. പിന്നെ കൊണ്ടുപോകുമ്പോ തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഇവളെ ഒന്നോടും വേദനിപ്പിക്കാൻ പാടില്ല, കരയിപ്പിക്കാൻ പാടില്ല, ഒന്നും പാടില്ല. ഈ വായ മോളെ, എൻ്റെ ജീവിതമാണ്. ഉപദേശിക്കാനും ഇതാക്കാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇമ്മാന്റെ ജീവിത അനുഭവം വെച്ച് ഞാൻ മോളോട് പറയാണ്. ഉമ്മാന്റെ കുട്ടീന്റെ ജീവിതം കാര്യമില്ലാതെ ഉമ്മാന്റെ കുട്ടി വെറുതെ ഇതാക്കണ്ട. ഈ വായോ, എന്റെ സ്വന്തം മോളെ പോലെയല്ലേ ഞാനൊക്കെ എത്തിയിട്ടുള്ളൂ. എന്തെങ്കിലും കുറവ് ഞാൻ അവിടെ വരുത്തിയിട്ടുണ്ടോ? ഇല്ലല്ലോ. എന്റെ മോനും വരുത്തിയിട്ടില്ല. നിങ്ങൾ തമ്മിൽ എന്തോ ഒരു സൗന്ദര്യ പണക്കത്തിന് കയ്യോ ഓങ്ങി ഓൻ അന്നെ എൻ്റെ ഉമ്മ കണ്ടുങ്ങാണ്ട് വന്ന് എൻ്റെ ഉമ്മയാണെന്നുണ്ടെങ്കിൽ പിടിച്ച പിടിയാൽ അനങ്ങോട്ട് കൊടുന്നും ചെയ്ത്. പിന്നെ മക്കളുള്ള പ്രശ്നങ്ങൾക്ക് അവര് തമ്മിലുള്ള പ്രശ്നം നമ്മളിങ്ങനെ വലുതാക്കണം. അവരുടെ ജീവിതത്തിൽ നമ്മൾ ഇടപെടണ്ടല്ലോ. അവര് തമ്മിൽ പറഞ്ഞു തീർക്കാനുള്ള പ്രശ്നമാണെന്നുണ്ടെങ്കിൽ അവര് തമ്മിൽ പറഞ്ഞു തീർത്തോട്ടെ എന്ന് വെച്ചാൽ പോരെ. അതിന്റെ ഇടയിൽ നമ്മൾ കിടന്ന് ഇടങ്കോലും ഇടണ്ടല്ലോ. ഇവരെ ജീവിതത്തിൽ നമ്മൾ ഇടപെട്ടാലേ ഇവരെ ജീവിതം ശരിയാവുള്ളൂ, അല്ലെങ്കിലേ ജീവിതം ശരിയാവൂല. അതുമ്മ, ഞാൻ ഇവിടെ വന്നേ മുതൽക്ക് ഇക്ക വിളിച്ചിട്ട് ഫോൺ തന്നെ എടുക്കണില്ല. മോളെ, എൻ്റെ തീരുമാനം എന്താണ്? എൻ്റെ ഉമ്മാന്റെ തീരുമാനം പോലെ തന്നെയാണ്. ഇവിടെ നിൽക്കാണ്. മോളെ, എനിക്ക് ഈ ഉമ്മ പറഞ്ഞ വാക്കിനാണോ വില, അത് ഞാൻ പറഞ്ഞ വാക്കിനാണോ വില? ഈ ഉമ്മ മതിയെന്നുണ്ടെങ്കിൽ എനിക്ക് ഇവിടുന്ന് ഇറങ്ങിപ്പോവാ. പിന്നെ ഈ ഉമ്മ ഉണ്ടെന്ന് വിചാരിച്ചാണ്ട് ഇങ്ങോട്ട് കയറരുത്. അപ്പൊ ഇജായി എൻ്റെ മാപ്പിളോടത്തോരായി ഒക്കെ ആയി. പിന്നെ സ്വന്തം ഉമ്മ ഉണ്ടെന്ന് വിചാരിച്ചാണ്ട് ഇങ്ങോട്ട് വരരുത്. അതല്ല, ഞാൻ പറഞ്ഞതുപോലെ നിൽക്കുകയെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ലൊരു ജീവിതം കിട്ടും, അല്ലെങ്കിലേ അനക്കൊരു ജീവിതം കിട്ടൂല. ഞാൻ വരണില്ല അമ്മ, നിങ്ങൾ പോയിക്കോളി. കേട്ടില്ല അമ്മ ഓള് പറഞ്ഞത്? ഓള് വരണില്ല എന്നുള്ളത്. നിങ്ങൾക്ക് ചായ വെള്ളം എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാം. അവിടെ ഇരിക്കും. എന്നാ ശരി, ഞാനേ പോയിക്കോളാം. ഞാന് വെറുതെ കാര്യമില്ലാതെ ഇങ്ങനെ വന്ന് നിന്നിങ്ങാണ്ട് പ്രശ്നം ഉണ്ടാക്കണ്ടല്ലോ, അത് ഞങ്ങോട്ട് വന്നത്. എന്റെ മോ അറിഞ്ഞിട്ടില്ല വരുന്നത്, അങ്ങനെ വന്നതാണ്. പിന്നെ ഈ പോന്നേ മുതൽക്കോന് ഒരു ദേഷ്യം അല്ലെങ്കിലോ ദേഷ്യക്കാരനാണ്. ഈ പോന്നേ മുതൽക്ക് ഒന്നും കൂടി ദേഷ്യം കൂടിയും ചെയ്ത് അവനക്ക് ഒരു ഭക്ഷണം കഴിക്കണില്ല, ഒന്നുമില്ല, ഒരു ഹാല് പോലെയാണ്. എനിക്കറിയണല്ലേ ഓൻ എന്നോട് കാട്ടുന്ന സ്നേഹം എന്താന്നുള്ളത്. അപ്പൊ ഈ തീരുമാനിക്കും, ഞാൻ എൻ്റെ ജീവിതമാണ്. ഇനി ഉമ്മ പറഞ്ഞു തരൂല. ഞാൻ എനക്കായിട്ട് ഒരു തീരുമാനിച്ചെടുത്തിട്ട് വരികയാണെങ്കിൽ വരിക, അല്ലെങ്കിൽ എൻ്റെ ഇഷ്ടം പോലെ എൻ്റെ ജീവിതം പോലെ നടക്കട്ടെ. ഞാൻ പറഞ്ഞ പോലെ എന്നുണ്ടെങ്കിൽ ഓളെ ഞാൻ പറഞ്ഞേക്കാം. നിങ്ങളെ മോനോട്ട് വരി. ഇവളോട് ഇന്നോട് വന്ന് മാപ്പ് പറഞ്ഞ ഇവളെ ഞാൻ പറഞ്ഞേക്കാം നിങ്ങളെ കൂടെ. അല്ലാതെ ഇവളെ ഞങ്ങളെ കൂടെ പറഞ്ഞേക്കൂല. അത് നിങ്ങൾക്ക് തീരുമാനിക്കാം എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്. ഇക്ക് വെള്ളം ചായ ഒന്നും വേണ്ട, ഞാൻ പോവുകയാണ്. ഞാൻ ഇവള് വരികയാണെങ്കിൽ വന്നോട്ടെ വെച്ചിട്ട് വിളിക്കാൻ വേണ്ടി വന്നതാ.
പിന്നെ നിങ്ങൾ പറഞ്ഞ മാതിരി നിങ്ങളെയും കാലൊക്കെ വന്ന് പിടിക്കാൻ മാത്രമുള്ള തെറ്റൊന്നേ എന്റെ മോൻ ചെയ്തിട്ടില്ല. ഞാൻ പോയി മോളെ. എന്റെ അമ്മായിമപ്പേ നല്ല ഷോപ്പിങ്ങിന് വന്നിക്കാണ്. ആ ഷോപ്പിംഗ് ഒന്നും മോളെ ഇവിടെ നടക്കൂല എന്നുള്ളതേ എന്റെ അമ്മായിമാക്ക് മനസ്സിലായിട്ടില്ലല്ലോ. അന്ന ഒരു നേരം ഞാൻ ഇല്ലാതായപ്പോള് എന്റെ നേരക്ക് കൈ ഓങ്ങിക്ക. അപ്പൊ ഇജ്ജ് എന്തൊക്കെ സഹിക്കുണ്ടാവും. അതിന് മാത്രം ഒന്നും ഉമ്മ ഇക്കെന്നെ കാട്ടിയിട്ടില്ലല്ലോ. ചെറുതായിട്ടൊന്ന് കൈയിട്ട് വീശിയിട്ടുള്ളല്ലോ. ഇങ്ങനെ പ്രശ്നമാക്കണതൊക്കെ. അതെ ഇജ്ജ് അങ്ങനെ തന്നെ പറയുള്ളൂ ഇജ്ജ് സഹിക്കണില്ലാന്നുള്ളത്. എന്നോട് ഇജ്ജ് എന്തെങ്കിലും നല്ലപോലെ പറഞ്ഞിക്കണ. അല്ലെങ്കിലും പണ്ടേ എനിക്ക് ഇമ്മ പറഞ്ഞ വാക്കിന് വിലയില്ല. സ്വന്തം കാര്യം ചിന്താപയാണല്ലോ എനിക്ക്. ഇതിപ്പോ ഉമ്മ എന്തോ ഒരു വാശി തീർക്കണ പോലെയാണ് ഇമ്മ ഇപ്പൊ ഉമ്മാനോട് സംസാരിച്ചത്. ഇക്കനെ തോന്നുകയാണ് ഇപ്പൊ ഉമ്മാന്റെ കൂടെ പോയാൽ മതിയായിന്ന്. ഇതിപ്പോ വലിയ പ്രശ്നമാവുന്നൊക്കെ തോന്നണത്. ഞാൻ പറഞ്ഞത് കേട്ട് നിന്നാ എനക്ക് നന്ന്. ഇതിപ്പോ ഞാൻ കണ്ടേതു ഓന് കൈ ഓങ്ങുമ്മല് നിർത്തി. അല്ലെങ്കിൽ എന്റെ മോതകുറ്റി അടിച്ചു പൊട്ടിച്ചിനീലോ ഓന്. അത് ഇജ്ജ് എന്നോട് പറയാണ്. തൽക്കാലം വെച്ച് ഞാൻ പറഞ്ഞയക്കണില്ല. ഒരാണില്ലാതെ ഭൂമിയിൽ ജീവിക്കാം. അതെനക്കറിയില്ല. പിന്നെ ഈ ഇക്കെന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തത്? ഷെറിയ ഈ എന്താടി പുറത്തിറങ്ങി നിക്കണ്? കൊറേ നേരമായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഫോണും പിടിച്ച് നടക്കണ്. എന്റെ ഇക്കാക്ക് വിളിക്ക? ആടി ഞാൻ ഇക്കാക്ക് വിളിച്ചതേന്ന്. അല്ല എന്റെ അമ്മായിമ്മ വന്നീന്നല്ല, ഈ പോയില്ല? ഞാൻ കരുതിയേ എന്റെ അമ്മായിമ്മ എന്നെ വിളിക്കാൻ വേണ്ടി വന്നതാണ്. വെറുതെ വന്നതാവൂല എന്നെ കാണാൻ? ഇല്ല ഞാൻ പോയിട്ടില്ല. അതൊന്നും പറയാതിരിക്കാൻ മോളെ. ചെറിയൊരു പ്രശ്നം ഇപ്പൊ വലിയ പ്രശ്നമാവണ മട്ടാണ് തോന്നുന്നത്. ഇക്കന്നെ ഇമ്മ അവിടെ വരുന്ന ടൈമില് തമാശക്കൊന്ന് കൈ വീശി. അതും കണ്ടിട്ട് ഇമ്മ ഇന്നെ അവിടെ നിന്ന് പിടിച്ചു കൊടുന്ന്. ഇപ്പൊ ഇമ്മ എന്നെ വിളിക്കാൻ വന്നീന്ന് അമ്മായിമ്മ. ഇമ്മ പറഞ്ഞയക്കണിയോടോ. ഇമ്മ ആണെങ്കിൽ ഒരുമാതിരി ഒരു പിടിവാശി. ഇപ്പൊ എനിക്കെന്നെ തോന്നിപ്പോവാണ് എന്റെ ജീവിതം ഇതിനാലെ ഇല്ലാതാവുന്നുള്ളത്. ഇമ്മമാരുടെ വാശി വിടണ. ഇമ്മ എന്തിനോ വേണ്ടിയിട്ടുള്ള വാശിയാണ്. സംഭവം എന്താന്ന് ഞാൻ അറിഞ്ഞ്. എൻ്റെ ഉമ്മയോട് പറയണത് ഞാൻ കേട്ടതാണ്. സത്യം പറയാണ് മോളെ, അവരാരെ ഉമ്മാരൊക്കെ തന്നെയാണ്. പക്ഷെ വെറുതെ അവരെ വാക്കും കേട്ടിട്ട് കേൾക്കേണ്ടത് മാത്രം കേട്ടാൽ മതി. അല്ലാത്തത് കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിലേ എൻ്റെ ജീവിതം പോവും. അത് ഉറപ്പാണ് കേട്ടോ. ഞാൻ പറഞ്ഞത് കാര്യമാണ്. എനിക്ക് എന്റെ അവസ്ഥ അറിയണല്ലേ. എന്റെ കാലൊക്കെ പിടിച്ച് മാപ്പ് പറയണമെന്നാണ് ഇമ്മ പറഞ്ഞത്. അതിന് മാത്രം ഒന്നും ഇക്കനെ ദ്രോഹിക്കണില്ല. എന്നോട് ഇഷ്ടക്കേടും ഇല്ല, ഒന്നുമില്ല. എനിക്ക് ഇവിടത്തേനെക്കാട്ടി സുഖമാണ് അവിടെ. പക്ഷെ എന്റെ ഉമ്മ പിടിവാശി വിടണില്ല. ഇതിപ്പോ ചെകുത്താനും കടലിനും നടക്കായി ഇപ്പൊ എന്റെ ജീവിതം. ഇവിടുത്തെ ഉമ്മാനെയും ധിക്കരിക്കാൻ വയ്യ, അവിടുത്തെ ഉമ്മാനെയും ധിക്കരിക്കാൻ വയ്യ. ഇക്കാണെങ്കിൽ മോളെ വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല. എനിക്കിപ്പോ തോന്നുകയാണ് എനിക്ക് അവിടുന്ന് പോരണ്ടീന്നില്ലാന്നുള്ളത്. ഇമ്മാനെ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് പറഞ്ഞയച്ചാൽ മതിയായിരുന്നു. ഇതിപ്പോ ഇമ്മ ഇപ്പൊ എല്ലാവർക്കും വിളിച്ച്, കുടുംബത്തെ എല്ലാരോടും വിളിച്ച് പറഞ്ഞിക്കണേ. വലിയ പ്രശ്നമാവുന്ന തോന്നുന്നത്. ഇജ്ജൊന്ന് ചിന്തിക്ക്, ശരിയാണോ തെറ്റാണോ എന്നൊന്ന് ചിന്തിക്ക്. ഞാനിതുപോലെന്ന് ചെറിയൊരു പ്രശ്നത്തിന്റെ പേരിലേ വീട്ടിക്ക് വന്നതേന്ന്. നല്ല സ്വഭാവം നിനക്കറിയണ തന്നെയല്ലേ ഇന്നെ കെട്ടി നിൽക്കാൻ്റെ അവസ്ഥ. നല്ല സ്വഭാവമായിരുന്നു. ചെറിയൊരു പ്രശ്നമായിരുന്നു, ഒന്നും ഉണ്ടായിട്ടില്ല. അത് ഞങ്ങൾ തമ്മിൽ പറഞ്ഞു തീർക്കേണ്ട പ്രശ്നം ഇതുപോലെ എൻ്റെ ഉമ്മാനോട് അബദ്ധത്തിൽ പറഞ്ഞ് എൻ്റെ ഉമ്മ ഒന്നും ഭയക്കാതെ ഇന്നെ ഇവൾക്ക് കൊടുക്കുകയും ചെയ്ത്. പിന്നെ എന്തായി, പറഞ്ഞ് പെരുപ്പിച്ച് വലിയ പ്രശ്നമായി. ലാസ്റ്റ് മൂപ്പരാൾ എന്നെ കാര്യം ഒഴിവാക്കി. ഇപ്പൊ എന്റെ ജീവിതം എവിടെ കിടക്കണ്? മൂപ്പരാൾക്ക് നല്ലൊരു പെണ്ണിനെയും കിട്ടി. അതാ പറഞ്ഞത്, നമ്മൾ കേൾക്കേണ്ടത് മാത്രം ഉമ്മാൻ്റെത് കേൾക്കാൻ പാടുള്ളൂ. അത് ഉമ്മ ആയാലും ഈ പറഞ്ഞ ഇന്റേതായാലും ആരുതായാലും അനക്കിച്ചിട്ടൊരു തീരുമാനം വേണം. എൻ്റെ ജീവിതമല്ലേ, ഇജാണ് അവന്റെ കൂടെ ജീവിക്കാൻ പോണത്. അനക്കറിയൂലേ എൻ്റെ ഇക്കാന്റെ സ്വഭാവം എന്താണെന്നൊക്കെ. ഇതൊന്ന് എന്തോ ചെറുതായിട്ടൊന്ന് കൈ വീശിന്നൊക്കെ പറഞ്ഞതിനൊക്കെ അന്നെ പിടിച്ചു കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ എന്തിനാണ് വെറുതെ സ്വന്തം ജീവിതം നശിപ്പിക്കേണ്ട മോളെ? എടി, ഉപദേശിക്കാൻ ഒരുപാട് പേരുണ്ടാവും. എൻ്റെ അഭിപ്രായത്തിലെ എൻ്റെ അമ്മായിമ്മക്ക് എത്ര നന്നടി. എന്നെ വിളിക്കാൻ വന്നീലേ. ഇന്ന് നമ്മളെ നാട്ടിലുള്ള ചില ഉമ്മമാരൊന്നും മോളെ തീരെ വിളിക്കാൻ പോകൂല. അവളെ വാശിക്ക് ഇറങ്ങി പോയതല്ലേ. അവള് താനെ ഇങ്ങോട്ട് വന്നോട്ടെന്നേ കരുതുള്ളൂ.
പക്ഷെ എന്റെ അമ്മായിമ്മ എന്താ ചെയ്തത്? എന്നെ വിളിക്കാൻ വന്നില്ലടി. ഇജ്ജ് തീരുമാനിക്ക എന്താന്നുള്ളത്. ചെറിയ എന്റെ ജീവിതാണ്, അത് ഈയായിട്ട് തെരഞ്ഞെടുക്കണതാണ് അല്ലേ? കല്യാണം കഴിയണ വരെ ഇമ്മയും ഇപ്പം പറഞ്ഞത് കേൾക്കണം, കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്ക പറഞ്ഞത് കേൾക്കണം. പക്ഷെ ഇത് ചെറിയൊരു നിസാര കാരണത്തിനാണ് ഇങ്ങോട്ട് വന്ന് നിൽക്കുന്നത്. അത്ര നല്ല ശരിയല്ല. ഇന്റെ ജീവിതം നശിച്ച പോലെ എന്റെ ജീവിതം നശിപ്പിക്കും മോളെ ഇവര്. നമ്മളെ രണ്ട് ഉമ്മമാരും ഒരേപോലെയാണ്. അവർക്കൊരാളെയും പേടിയില്ല. അവര് പിടിച്ചതാണ് ശരി, അവര് പറയണതാണ് ശരി എന്ന് പറഞ്ഞിട്ടേ നടക്കുള്ളൂ. അതുപോലെ ഒരിക്കലും ആവരുത്. ഇന്നിപ്പോ ഞാൻ അനുഭവിച്ചും കൊണ്ടിരിക്കുകയാണ് മോളെ. ഇപ്പൊ എന്റെ ഉമ്മ എന്തെങ്കിലും എന്നോട് പറയുമ്പോ എന്താ പറയലെന്ന് അറിയോ? എന്നോട് ആരാ എന്റെ മാപ്പിളോട് തെറ്റി വന്ന് നിക്കാൻ പറഞ്ഞേന്ന്. അതുവരെ ഇന്റെ കൂടെ അവര് നിന്നിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ രണ്ട് പാത്രത്തിലായപ്പോൾ അവര് പറഞ്ഞു എന്റെ ജീവിതം ഈയായിട്ട് നശിപ്പിച്ചല്ലേന്ന്. അപ്പൊ അതിനുള്ളൊരു ഇട ഈ വരുത്തരുത്. എന്റെ ഫ്രണ്ട് ആയതുകൊണ്ട് ഞാൻ പറയാണ്, എന്റെ ജീവിതം ഇതുപോലെ നരകിച്ച് ജീവിക്കണ കാണാൻ വയ്യാത്തോണ്ടാണ്. പിന്നെ രണ്ടാമതൊന്ന് നമുക്ക് അങ്ങനത്തെ ഒരു ലൈഫ് കിട്ടിയെന്ന് വരില്ല മോളെ, മനസ്സിലായ? നല്ലോന്ന് ഇരുത്തി ചിന്തിച്ചിട്ട് എനിക്ക് എന്താണോ നല്ലത് തോന്നുന്നത് അതുപോലെ ചെയ്യേ. അവനോടൊന്ന് വിളിച്ച് സംസാരിക്ക്. അവനക്ക് പോയിട്ടുണ്ടെങ്കിൽ അവന്റെ ദേഷ്യമൊക്കെ മാറുമടി. അവിടുന്ന് പെട്ടെന്ന് ഇറങ്ങി പോന്ന ദേഷ്യം. ഞാൻ ഒന്ന് പോട്ടെ, ഒന്ന് നല്ലോണം ചിന്തിക്കട്ടാ. എടി എനിക്കറിയാ എന്റെ ജീവിതം ഞാൻ കണ്ടതന്നെയല്ലേ. പക്ഷെ ഇതൊരു പിടിവാശി പോലെയാണ് എന്റെ ഉമ്മ കാട്ടണത്. സ്വന്തം ജീവിതാണ്, അത് ആലോചിച്ചിട്ട് വേണം ചിന്തിച്ച് തീരുമാനം എടുക്കാനിട്ടാ. ഒരിക്കലും എന്റെ ഉമ്മാനെ പോലെ ഒരു ജീവിതം എനിക്ക് ഉണ്ടാവരുത്, മനസ്സിലായില്ലേ? ഇനി ഇതിലും കൂടുതലൊന്നും ഞാൻ എനിക്ക് പറഞ്ഞു തരണ്ടല്ല. ഇക്ക ഒന്ന് ഫോൺ എടുക്കിക്ക. ഇജെന്താ പറഞ്ഞത്? ഞാൻ ഓളെ പറഞ്ഞയക്കേ? അങ്ങനൊന്നും ഇപ്പൊ ഞാൻ ഓളെ പറഞ്ഞയക്കൂല. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ ഓർക്ക് അങ്ങനെ ഒരു നമ്മളെ വിലയാത്ത രീതിയിൽ വളം വെച്ചുകൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഓർക്ക് അതൊരു താവജായി മാറും. തൽക്കാലേ ഓമ്പടെ വന്നുകാണ്ടേ മാപ്പ് പറയട്ടെ, മാപ്പ് പറഞ്ഞിട്ട് കൊണ്ടുപോയിക്കോട്ടെ. എന്താന്നറിയ തള്ളങ്ങന്ന് വന്നിക്ക മോളെ, സോപ്പിട്ടിങ്ങാണ്ട് വന്നിക്കാണേ. ഇജ് വായ മോളെ നനങ്ങാണ്ട് സോപ്പിട്ടിങ്ങാണ്ട് വന്നിക്ക അവളെ എടുത്തിക്ക്. എന്താ തള്ളന്റെ അടവ്? മോൻ പറഞ്ഞയച്ചതാവേ, ഇമ്മ പോയി വിളിച്ചോടുന്നോളിന്നുള്ളതേ. ഞാൻ എന്റെ കുട്ടീനെ പറഞ്ഞയച്ചിട്ട് വേണ്ടേ? ഒരു കുഴപ്പം ഉണ്ടാവൂല. എന്ത് കുഴപ്പം? പിന്നൊക്കെ താനെ വരുവടി പെണ്ണെ, എനക്കറിയാഞ്ഞിട്ടാണ്. നമ്മളിതൊക്കെ എത്ര കണ്ടതാണ്. അതൊക്കെ താനെ വരും. ഞാൻ ഓളെ അമ്മായിമാനോട് നേരിട്ട് പറഞ്ഞ്, ഞാനോ ഒരാണോ ഇത്തന്റെ ഇതില് ജീവിച്ചിട്ടില്ല. അതേപോലെയാണ് ഓളെ വിധിയെങ്കിൽ ഓളങ്ങനെ ആയിക്കോട്ടെ. എന്നാലും ഒരാളെ മുന്നിൽ കുറഞ്ഞു കൊടുക്കാനേ ഞങ്ങൾ പഠിച്ചിട്ടില്ല. അതൊക്കെ ഒരു അടവാടി, തള്ളന്റെ മോന്റെ അടവാണ്. തള്ളി മോനും കൂടി ഓരോ അടവായിട്ട് വന്നിക്കാണേ. അല്ലെങ്കിലേ ഇന്റെ മകൾക്കുണ്ടല്ലോ കുറച്ചേ ഓനെയും ഓന്റെ ഉമ്മാനെയും കൂടിയേ സ്നേഹിക്കൽ കുറച്ച് കൂടുതലേന്ന്. ഇന്നെ കാട്ടിയേ കുറച്ച് കൂടുതലേന്ന് ഓൾക്ക് ഓളെ അമ്മായിമാനെയും മാപ്പിളിനെയും സ്നേഹിക്കല്. അന്ന് തന്നെ മളെ എനിക്ക് കേൾക്കണ. ഇങ്ങോട്ട് വിളിച്ചിട്ട് വരിയല്ലോ ഓള്. ഇങ്ങോട്ട് വാടി വാടി തന്നിട്ട് ഈ പെൺകുട്ടി വരണ്ടേ. ഈ പെൺകുട്ടി അപ്പോഴും പറഞ്ഞത് ഇക്കന്നെ അടിച്ചതല്ല, ഇക്ക തമാശ കാട്ടിയതാണെന്ന്. ഓന്റെ തമാശ കാട്ടല് ഓനക്ക് ശരിക്കും അറിയില്ല. ഇക്ക നിങ്ങളൊന്ന് ഫോൺ എടുക്കിക്ക. നിങ്ങൾ എന്താ വിളിച്ചിട്ട് ഫോണൊന്നും എടുക്കാത്തത്? ഇതിങ്ങനെ വിട്ടാ ശരിയാവൂല. ഞാൻ ആരാന്നുള്ളത് ഓനെ കേറ്റിന്റെ അടുത്ത് കേറ്റൂല നമ്മള്. ഇതിന്റെ പേരിലൊക്കെ കേസ് കൊടുക്കാൻ അറിയാഞ്ഞിട്ടല്ല. പിന്നെ വെറുതെ ആൾക്കാർ ഇനി ഓരോന്ന് പറയണ്ടല്ലോ. എവിടെ വരും നോക്കട്ടെ. ഇവിടെ വന്നുങ്ങാണ്ട് ഇന്റെ കാലും ഓളെ കാലും പിടിക്കാന്നുണ്ടെങ്കിൽ പിന്നെ ഓൻ ഇതിമക്ക് നിക്കൂല. അല്ലെങ്കിൽ ഓനെ കേറ്റിന്റെ അടുത്ത് കേറ്റാനേ ഇക്കറിയാം. മളെ എന്താ അവസ്ഥ? ഞാൻ വെറുതെ വന്നടി ഇവളെ കാണട്ടെ, പണിയൊന്നും ഇല്ലല്ല. അപ്പൊ ഇവളെ കാണാനിച്ചിട്ട് പോയതാണ്. അപ്പോഴാണ് ഈ കഥ. കയ്യോങ്ങണി. ഞാൻ ചെന്നപ്പോൾ ഓളെ നേരക്ക് കയ്യോങ്ങി നിക്കാണ്. ഈ ഒരു പെണ്ണിന്റെ കുട്ടിയാന്നുണ്ടെങ്കിൽ പെണ്ണ് വിളിച്ചിട്ട് വരികയല്ല മോളെ. പെണ്ണ് വിളിക്കുമ്പോ പറയും ഉമ്മ പൊയ്ക്കോ ഞാൻ ഇല്ല എന്നിട്ട്. ഏതായാലേ എന്റെ ആങ്ങളാരോടൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ. അപ്പൊ ഓരും പറഞ്ഞിട്ടുണ്ട്, കുറച്ച് ഉള്ളതും ഇല്ലാത്തൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തേക്കണ്. ഓനെ ഇവിടെ വന്നുങ്ങാണ്ട് മാപ്പ് പറയിപ്പിച്ചിട്ടേ ഞാൻ അടങ്ങുള്ളൂ.
അങ്ങനൊന്നും ഞാൻ ഓനെ വിട്ടുകൊടുക്കൂല. അതിന് മാത്രമേ ഓനെ ഇറക്കണ്ട. ഇവളൊരു പേടി വേണം. പിന്നെ ആണുങ്ങളെ വിലച്ച് നടക്കല്ലേ. എടി പെണ്ണെ, ആണുങ്ങളെ വിലച്ച് നടന്നിട്ടുണ്ട് നമ്മള് മാഞ്ഞാളം കളിപ്പിച്ച് കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലേ അതിനെന്നെ നേരം ഉണ്ടാവുള്ളൂ. അതിനെന്നെ നേരം ഉണ്ടാവുള്ളൂ. ആണുങ്ങളെ വില വെക്കേണ്ടതേ വില വെക്കാൻ പാടുള്ളൂ, എല്ലാതൊന്നും വില വെക്കാൻ പാടില്ല. എടി ഇന്റെ ജീവിതം എന്തേന്ന്? ഞാൻ എന്താ പറഞ്ഞത്? ചൂലും പട്ട് എടുത്തുകൊണ്ട് ആട്ടി ഞാന്. ഇക്കങ്ങനത്തെ ഒരാണും വേണ്ട ഒന്നും വേണ്ടെന്ന് വിചാരിച്ചിങ്ങാണ്ട് ഒരു പ്രാവശ്യം എന്റെ നേരക്ക് കയ്യോങ്ങിയത്. ചൂലും പട്ട് എടുത്തുകൊണ്ട് ആട്ടിയില്ല ഞാന്. പിന്നെ ഈ വൈക്ക് കേറിക്കണ. എന്നിട്ട് എന്താ ഇപ്പൊക്ക്? ഞാൻ എന്റെ കുട്ടീനോട് ഞാൻ ജീവിച്ച് അന്തസ്സായിട്ടോളെ കല്യാണം കഴിപ്പിച്ചു കൊടുത്ത്. ഇന്റെ പോലെ ഓളെ ജീവിതം ആക്കല്ല. ഒരാണില്ലെങ്കിലും എന്താണ് ജീവിക്കാന്നുള്ളത് ഓൾക്ക് കാണിച്ചു കൊടുക്കാണ് ഞാൻ. അല്ല പിന്നെ ഓന്റെ കളിയല്ലേ നമ്മളടുത്ത് നടക്കുക. എന്റെ അടുത്ത് നടക്കൂല മോളെ. എന്റെ മകൾക്കേ അത് കിട്ടണം. അങ്ങനെ തന്നെ ഞാൻ പറയും. എന്റെ മകളൊക്കെ തന്നെയാണ്. എന്റെ മകൾക്ക് അത് കിട്ടിയേ പറ്റുള്ളൂ. കല്യാണം കഴിഞ്ഞിട്ട് മോളെ എനിക്ക് വിളിക്കല് ഒരാഴ്ച 2 ആഴ്ച കൂടുമ്പോഴാണ്. എന്നിട്ട് ഞാനേ ആരെ തൊള്ളാന്നാ കേട്ടെന്നറിയോ? എന്റെ അഞ്ചത്തിനോട് ഓള് പറഞ്ഞിക്കാണ്. എന്റെ അഞ്ചത്തിനോട് എന്താ ഓള് പറഞ്ഞെന്നറിയോ? ഇക്ക ഇന്റോടെ നിക്കണേക്കാട്ടി സുഖാണ് എന്റെ മാപ്പിളുടെ അടുത്ത് നിക്കാനെന്ന്. ഇപ്പൊ എന്തായി? ഇപ്പൊ നല്ല സുഖായില്ലേ? അപ്പൊ ഓൾക്ക് ഇങ്ങനെ തന്നെ വേണം. എന്നാ ശരിയടി, ഞാൻ ഈ പറഞ്ഞത് കേട്ടിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ പെണ്ണ് പെട്ടിയും കിടക്കത്തുങ്ങാണ്ട് പോയിക്കൂടാ. ഇല്ല, അവിടെ പുറത്തേ അവിടെ അയൽവാസിയത്തെ കുട്ടീനോട് വർത്താനം പറഞ്ഞിരിക്കുകയാണ് ഓള്. എന്നാ ശരി, ഞാൻ വിളിക്കണ്ടിട്ടാ. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കും. ഓളെ ഞാൻ ഇവിടുന്ന് ഇറക്കിക്കൂല അവൻ്റെ അടുക്ക്. തള്ളന്ന് രണ്ടും കൽപ്പിച്ച് വന്ന പോലെന്ന് മോളെ മോളേന്ന് വിളിച്ച് വന്നിക്കണ്. എന്നാ ശരിയടി. അങ്ങനെ ഇപ്പൊ ഞാനേ പറഞ്ഞായിക്കോളെ. എന്താ കാട്ടണേ? എല്ലടി ഇജിപ്പോൾ ആ ഫോണുമ്മ തന്നെ ഇരിക്കാണ്. ഇവിടെ വാ, ഞാൻ ഒരു കാര്യം പറയട്ടെ. അമ്മമാര് വിളിച്ചീന്ന്. ഇവിടെ വാ. ഇമ്മ, ഞാൻ ഒന്ന് പോവുക്കാന്റെ വീട്ടിക്ക്. ഇതിപ്പോ ചെറിയ പ്രശ്നം വലിയ പ്രശ്നമാവുന്ന തോന്നുന്നത്. എനിക്കാണെങ്കിൽ വിളിച്ചിട്ട് ഫോൺ കൊടുക്കണില്ല. ഇനിയിപ്പൊ എല്ലാത്തിനെക്കാട്ടും ദേഷ്യമാവും. ഇമ്മ ഇവിടെ വന്നിട്ട് ഇമ്മാന്റെ കൂടെ ഞാൻ പോയിട്ടില്ലല്ലോ. ഞാൻ പോവുകയാണ്. എവിടക്ക് പോണേച്ചി? ഇക്കല്ലേ ഇത് മനസ്സിലായിക്കണം ഉമ്മ. ഇക്കൊന്നും മനസ്സിലാവാത്തില്ല. ഇമ്മ എന്തിനോന്നുള്ള വാശി തീർക്കാണ്. ഇമ്മ ഒരു കാര്യം മനസ്സിലാക്കണം, ഇമ്മാന്റെ മകളാണ് ഞാനെന്നുള്ളത്. അല്ലാതെ എന്നെ വൈക്കുന്നെടുത്ത് വളർത്തി മാരിക്കാണ് ഇമ്മാക്ക് എന്നോടുള്ള പെരുമാറ്റം. അപ്പൊ ഈ പോത്തിന്റെ ചെവിയിൽ വേദം ഓതി തരുന്ന മാരിക്കേ ഇത്രയും ദിവസം ഞാൻ എനിക്ക് എന്തോ ഓതി തന്നിന്നത്? അനക്കതൊന്നും ചെവി കൊണ്ടില്ലേ? ചെവി കൊണ്ടില്ലേ? എന്തിനാ എന്റെ ജീവിതം വെച്ച് കളിക്കണത്? ഇതിനാണ് നിങ്ങൾ ഇന്നെ ആരാന്റെ പെരക്ക് കെട്ടിച്ചത്? എന്തായാലേ ഇമ്മാനെ പോലെ എന്റെ ജീവിതം ആവാനേ എനിക്ക് താല്പര്യമില്ല. പെണ്ണെ, കണ്ട് വന്നിട്ട് എന്റെ കാല് പിടിച്ചതിന്റെ ശേഷം പോവാ എനിക്ക്. അപ്പളേ എന്നോട് ഒരു ഇതുണ്ടാവുള്ളൂ എനിക്ക്. അല്ലെങ്കിൽ അന്നെ നിലത്തിട്ട് വാരുവാന്. ഈ പെറ്റ തള്ള പറഞ്ഞത് കേൾക്കാൻ വെച്ച എനിക്ക്. എന്ത് സ്വഭാവമാടി എന്റേത്? എന്തൊരു സ്വഭാവമാണടി എന്റേത്? ഞാൻ പറഞ്ഞത് കേൾക്കാൻ വെച്ചാത്ത എന്ത് സ്വഭാവമാണടി എന്റേത്? ഇന്റെ കാല് ഇവിടെ വന്ന് പിടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് അതിന് മാത്രം തെറ്റൊന്നും എനിക്ക് ചെയ്തിട്ടില്ല. ചെറുതായിട്ടൊന്നും നിന്റെ നേരക്ക് കൈ വീശിയ ഞങ്ങൾ തമ്മിലുള്ള എന്തോ ഒരു വാക്ക് തർക്കത്തിലാണ്. അത് തമ്മിൽ പറഞ്ഞു തീർക്കുന്ന പ്രശ്നേന്ന്. അത് ഇമ്മയാണ് ഇത്ര വലുതാക്കി വഷളാക്കിയത്. അല്ലെ ഇമ്മാക്ക് ഇന്നോട് വന്ന് കാണാൻ വന്നതാണെങ്കിൽ കണ്ടുകണ്ടിട്ട് പോന്നാ മതി. ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഞാൻ പോവുകയാണ്. അതെടി, എന്റെ ജീവിതം ഇങ്ങനെ ആയിട്ടേ എന്ത് കുറവാടി എനിക്ക് വരുത്തിക്കണത്? ഇച്ചിപ്പൊ ഇങ്ങനെ പൂജിച്ച് നടക്കണേ. എന്റെ മാപ്പിളക്കേ കൈ തന്നത് ആരാടി? എന്റെ മാപ്പിളുടെ അടുത്തേക്ക് എത്തിച്ചത് ഞാനല്ലടി. ആണാ? അല്ലാതെ ഇജ്ജ് സ്വയം കേറി ചെന്നല്ലോ അവന്റെ പെരേക്ക്. പെണ്ണിന് കാണുരുത്തൻ്റെ അത് കിട്ടിയപ്പോഴേ പെണ്ണേ പെറ്റ തള്ളനെ മറക്കണ സ്വഭാവമാണ് പെണ്ണിന്. ഇപ്പൊ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഞാൻ പോവുക തന്നെയാണ്. എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഉമ്മ കൂടുതലൊന്നും പറയാൻ നിക്കണ്ട. ഇമ്മക്ക് ഒരാളെയും വിലയില്ല, ഒന്നുമില്ല, ആരോടും ഒരു സഹതാപവും ഇല്ല, ഒരാളെയും വിലയും വെക്കൂല, ഒരാളോട് ബഹുമാനം ഇല്ല. അതുപോലെ എന്റെ ജീവിതം ആവാനേ എനിക്ക് താല്പര്യമില്ല അമ്മ. ഞാൻ ആക്കൂല്ല. തർക്കിക്കണ്ട. ഇജിന്നോട് തർക്കിച്ചിട്ട് യാതൊരു കാര്യമില്ല. ഇജ് പോവുകയാണെങ്കിൽ പൊയ്ക്കടി. ഞാൻ ഉണ്ട് നിറച്ചാണ്ടേ ഇജ് ഇങ്ങോട്ട് വരണ്ട. എന്നെ കൂടെ കൂടുതലൊന്നും പറയിപ്പിക്കാതിരിക്കാണ് ഏറ്റവും നല്ലത്.
രാത്രി ഒന്നുറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഫോണിൽ കൂടെ ഇങ്ങനെ വിളിയാണ് ഉമ്മ. അത് ഞാൻ അറിയാഞ്ഞിട്ടൊന്നല്ല. എന്നെ കൊണ്ട് കൂടുതലൊന്നും പറയിപ്പിക്കാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് ഉമ്മാക്ക്. എന്തായാലും ഞാൻ അതൊന്നും പറയണില്ല. അത് ഇമ്മായി പടച്ചോനായി എന്തോ ആയിക്കോളി. ഇമ്മാക്ക് നന്നാവണമെന്നുണ്ടെങ്കിൽ ഇമ്മ നന്നാവുക, ഇല്ലെങ്കിൽ ഇമ്മ നന്നാവണ്ട. എന്തായാലും ഇന്റെ ജീവിതം തട്ടി കളിക്കാനേ ഞാൻ സമ്മതിക്കില്ല. അപ്പൊ ഇന്റെ സ്വഭാവത്തിനാണ് കുഴപ്പം. ഇപ്പൊ ഇജു എന്റെ മാപ്പിളയും എന്റെ അമ്മായിമ്മയും ഒറ്റക്കെട്ട്. എന്നാ പിന്നെ ഇങ്ങനെ നാടൻ കളിക്കണ്ടിന്ന് വെച്ച് ആ തള്ള രാവിലെ വന്നപ്പോ അതിന്റെ കൂടെ കണ്ട് പൊയ്ക്കൂടായിന്നാ. ഞാൻ പോവുകയാണ് ഇക്കാന്റെ വീട്ടിക്ക്. ഇജ് എന്താച്ച കാട്ടിക്ക. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം, ഈ ബൈക്ക് ഇഞ്ഞിച്ച് വരരുത് ട്ടാ. ഇങ്ങനത്തെ ഒരു ഉമ്മ ഇല്ലാന്നാണ്ട് വിചാരിച്ചാളാ. ആ ഞാൻ എന്റെ നല്ലതിന് വേണ്ടി പറഞ്ഞപ്പോള് അനക്ക് അത്രക്ക് ഉങ്കില്ലേ? ഇഞ്ഞിച്ച് ഇങ്ങനെ ഒരു ഉമ്മ ഉണ്ടെന്ന് വിചാരിക്കരുതടി ട്ടാ. എന്നിട്ട് ഇജ്ജ് ഇങ്ങോട്ട് വരരുത്. ഇങ്ങനത്തെ ഒരു ഉമ്മ ഉണ്ടെന്ന് വിചാരിച്ചുകൊണ്ട് വരിക തന്നെ വേണ്ട ട്ടാ. ഓള് പോവാണ് പോലും. അപ്പൊ ഇത്രയും നേരം ഞാൻ ഇന്റെ ആങ്ങളാരൊന്നും വിളിച്ചത് പോരാ. ഇന്റെ ആങ്ങളാരൊക്കെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ ഒരു കരക്ക് എത്തിച്ചപ്പോള് ഓള് പോവാണ് പോലും. അപ്പൊ ഇന്റെ ആങ്ങളാർക്ക് വരെ എനിക്കൊരു വില ഇയ്യല്ലേ? ഇക്ക ഞാൻ ഇത്രയും അടിച്ചിട്ട് എന്താ എടുക്കാത്തത്? നിങ്ങൾക്ക് എന്നോട് ദേഷ്യം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ഞാൻ അങ്ങോട്ട് വരികയാണ് ഇക്ക. എന്നോട് ദേഷ്യമൊന്നും തോന്നല്ല ഇക്ക. ഇമ്മാരെ പിടിവാശിക്ക് കഴിഞ്ഞ് അങ്ങോട്ട് പോന്നതാണ്. ഞാൻ അങ്ങോട്ട് വരികയാണ്. അതാണ് ഇമ്മ വന്നപ്പോഴും കൂടി ഇമ്മാന്റെ കൂടെ വരാഞ്ഞത്. ഇക്കപ്പിന്റെ തെറ്റ് മനസ്സിലായി. ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. ഞാൻ ഒരു വണ്ടി വിളിച്ചിട്ട് ഇവിടുന്ന് അങ്ങോട്ട് വരാം. ഞാൻ ഇടുന്ന മെസ്സേജ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾ കൽപ്പിച്ചിട്ട് ഫോൺ എടുക്കായിയാണല്ലേ? ഞാൻ എന്തായാലും അങ്ങോട്ട് വരുന്നുണ്ട്. എനിക്കെന്റെ തെറ്റ് മനസ്സിലായിക്ക.